അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലെ അല്പന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇവിടെ നേതാവ് കുറ്റിപ്പുറത്തുകാരനായ ആട് എന്നറിയപ്പെടുന്ന ഒരു മുൻ മന്ത്രിയുണ്ട്. അയാളാണ് അല്പന്മാരുടെ സംസ്ഥാന പ്രസിഡന്റ്. അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമസ്തയിൽ നിന്ന് പുതിയൊരാൾ വന്നിട്ടുണ്ട്, അമ്പലക്കടവ് ഫൈസി. കാരണം ഈ അല്പത്തരം കൊണ്ട് ഫേമസ് ആയ ആളിൽ ആകൃഷ്ടനായിട്ട് അതുപോലെ അല്പത്തരവുമായിട്ടാണ് അയാൾ കടന്നു വരുന്നത്. അയാൾ സ്ഥിരമായിട്ട് ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് പച്ചക്കളവും, ദാറുൻ നജാത്തിൻ്റെ കളവ് അഴിമതിയിലൊക്കെ പെട്ട് ആകെ കുടുങ്ങിക്കിടക്കുന്ന ഒരാളാണ്. പിന്നെ അജ്മാൻ മദ്രസയുമായി ബന്ധപ്പെട്ട് ദാറുൻ നജാത്തിൻ്റെ കീഴിലുള്ള അജ്മാൻ മദ്രസയുമായി ബന്ധപ്പെട്ട് കണക്ക് അവതരിപ്പിക്കാതെ ലക്ഷങ്ങൾ അഴിമതി നടത്തിയിട്ടുള്ള ഫേമസ് ആയ ഒരാളാണ്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം അടിച്ചു മാറ്റിയിട്ട് ജോലി ചെയ്യാതെ ശമ്പളം അടിച്ചു മാറ്റി മകളുടെ പേരിൽ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, കോടതിയിലൊക്കെ കേസൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അയാൾ നിലവാരം ജലീലിലേക്ക് പറ്റിയ ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പുതിയൊരു അല്പത്തരം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലമായിട്ട് വലിയ റോളൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു ചാൻസ് അയാൾ ഉപയോഗപ്പെടുത്താമെന്നാണ്. ബഹുമാനപ്പെട്ട KM ഷാജി സാഹിബിൻ്റെ ഒരു പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് യോജിക്കാത്ത രൂപത്തിൽ, ഒരു വിശ്വാസി അല്ലാത്ത ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന രൂപത്തിൽ ഒരാൾ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അയാൾ ഉദ്ദേശശുദ്ധിയെയും പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റിനെയും ഒക്കെ വേറൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് സുന്നികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, അവർക്ക് മഖ്ബറയോടുള്ള സ്നേഹത്തെ, ബഹുമാനത്തെ അതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ കുറ്റം പറയുന്ന രീതിയിലേക്കാക്കിയിട്ട് വളച്ചൊടിച്ചിങ്ങാണ്ട് പച്ചക്ക് വ്യഭിചരിക്കുക, സത്യത്തെ വ്യഭിചരിക്കുന്ന ഒരു പണിയാണ് ഈ ഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാജി അടുത്ത് പ്രസംഗിച്ചു, രാഷ്ട്രീയക്കാരുടെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ സേവനമാണ്, ജനങ്ങൾക്കുള്ള സേവനമാണ്. സമുദായ സംഘടനകൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക, സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുക. കാരണം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാതെ അവർക്ക് പുതിയ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ സാമൂഹികമായ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നിട്ട് അവരുടെ പ്രീതി നേടുക എന്നുള്ളതാണ്. അതിന് പകരം അവരുടെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുക, അവർക്കൊന്നും കൊടുക്കാതെ അവർ സാമൂഹികമായി അവരെ തകർക്കുക, എന്നിട്ട് അവരുടെ ആത്മീയ നേതാക്കന്മാരെടുത്ത് പോയി കണ്ട് സെൽഫി എടുക്കുക, അവരെ ഫോട്ടോ എടുക്കാറുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അവരെങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ആ സമുദായത്തിൻ്റെ കയ്യേറി നേടുക. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ അവകാശങ്ങൾ കവർന്നെടുക്കുക, എന്നിട്ട് അവരുടെ മാക്സിമം അവരെ ദ്രോഹിക്കുക, എന്നിട്ടൊരു ദർഗയിൽ പോയി കണ്ട് ഒന്ന് പച്ച പൊതിച്ചിങ്ങാണ്ട് പോരെ. ഇതല്ല രാഷ്ട്രീയക്കാരൻ്റെ പണി എന്ന് പറഞ്ഞതിനെ മാതാമൃതാനന്ദമായി എടുത്തു പോകലും ദർഗയിലിടലും ഒന്നാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്ക് സത്യത്തെ വ്യഭിചരിച്ചുകൊണ്ട് ഒരാളെ പ്രസംഗത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ചെയ്യുന്ന അല്പത്തരം ഫൈസിമാർക്ക്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പട്ടിക്കാട് ജാമിയ പോലുള്ള മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ഫൈസിമാർക്ക് പോലും അപമാനമായിക്കൊണ്ടാണ് ഈ ഫൈസിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളുമായി ബന്ധപ്പെടുന്ന ഫൈസിമാരോട് പ്രത്യേകം ഉണർത്താനുള്ളത്, സാധാരണക്കാരായ ജനങ്ങളോട് പ്രത്യേകം ഉണർത്താനുള്ളത്, ഇയാളുടെ പിന്നാലെ കൂടിങ്ങാണ്ട് സമുദായത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുന്നതിന് പകരം നമ്മൾ മാന്യന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതെങ്കിലും ഒരു ഉപദേശമായിട്ട് നമ്മൾ പറയാണ്. കാരണം ഒരു കളവ് പറഞ്ഞുകൊണ്ട്, പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ഒരാളെ സമൂഹ മധ്യത്തിൽ താറടിച്ചുകൊണ്ട് എന്ത് ദീനാണ് ഇവരൊക്കെ വളർത്താൻ പോണത്? സമുദായത്തിന് ഒറ്റ കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ദീനിനെയും പച്ചക്ക് വ്യഭിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതുപോലുള്ള തലക്കെട്ടന്മാരെ സമുദായം കണ്ടറിഞ്ഞേ മതിയാകൂ, നിലക്ക് നിർത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയാനകമാണ്. കാരണം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹത്തായ ഒരു മഹനീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ ഇരുന്നു കൊണ്ടാണ്. ആ മഹനീയ പ്രസ്ഥാനത്തെ പോലും തരം താഴ്ത്തുന്ന, ജനങ്ങളുടെ ഇടയിൽ അവമതിക്കുന്ന രൂപത്തിലേക്കാണ് ഈ ഫൈസി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ സമുദായത്തിനും സമസ്തക്കൊക്കെ വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇയാളുമായി അകന്ന് നിൽക്കണമെന്നും വിനയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.